ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞാനും. അങ്ങനെ ശർക്കര പാനി കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഗോതമ്പ് വെന്ത് വരുന്നുണ്ട്. ഇന്ന് ഗോതമ്പ് പായസവും ഒരു പിടി പായസവും മത്തൻ കുമ്പളത്തിൻ്റെ പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഗോതമ്പ് നന്നായി വെന്തതിന് ശേഷം ശർക്കര പാനി ഒഴിച്ച്, രണ്ടാം പാൽ ആദ്യം ഒഴിച്ച്, അവസാനം ഒന്നാം പാലും പിന്നെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നെയ്യിലും മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി. ഇതാ പിടിയൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നേന്ത്രപ്പഴവും കടലപ്പരിപ്പ് വേവിച്ചതും തേങ്ങാപ്പാലൊഴിച്ച് വെന്തതിന് ശേഷം പഞ്ചസാരയും ചേർത്ത് അവസാനം ഒന്നാം പാലും ഇത്തിരി ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് ഇത്തിരി നെയ്യും കൂടി ചേർത്ത് അതും റെഡിയായി. ഇതാ മത്തൻ കുമ്പളം ശർക്കരപ്പാനി ഒഴിച്ചാണ് വേവിക്കാൻ വെക്കുന്നത്. ഇനി ഇത്തിരി ഒരു തേങ്ങ ഒതുക്കി അതും കൂടി അതിലേക്ക് ഒഴിച്ച് അപ്പോൾ അരിപ്പൊടി കൂടി കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ആ മധുരവും തയ്യാറായി. പിന്നെ ഒരു വറ്റക്കഞ്ഞിയും കൂടിയാണ് ഇന്നുണ്ടാക്കിയത്. ഇത്രയേ ഉള്ളൂ.